നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് 6 മൈൽ സ്റ്റോണിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കിലൂടെയാണോ പോകുന്നതെന്ന് അറിയാം. നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ ഒരു ഫ്രീഡത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫ്രീഡത്തിലേക്കുള്ള നല്ല ട്രാക്കിലാണോ നമ്മൾ പോകുന്നതെന്ന് അറിയാനുള്ള സിമ്പിൾ മെത്തേഡാണ് ഈ 6 മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. നമുക്കറിയാം, എവിടെയും നമ്മൾ മുമ്പ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു ഫിനാൻഷ്യൽ പിരമിഡ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബിൽഡിംഗ് പണിയുമ്പോൾ അതിന്റെ ബേസിക് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്, നമ്മൾ ആദ്യം അളക്കേണ്ടത് നമുക്ക് മതിയായ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. ഈ പ്രൊട്ടക്ഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു വാല്യൂവിനനുസരിച്ചിട്ടുള്ള ലൈഫ് കവറേജ് നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ്. പല ആളുകളും ടേം ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ മടിക്കാറുണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ ഡെപ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യം, ഡെപ്റ്റ് ഒക്കെ കൂടുതലുണ്ട്, നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട്, ലോണുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടേം ഇൻഷുറൻസ് എടുത്തിരിക്കണം. കാരണം നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ബർഡൻ മുഴുവൻ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ഫാമിലിക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ആൻഡ് ഹെൽത്ത് കവറേജ് നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ കവറേജ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതും നമ്മളുടെ ഒരു ഹ്യൂമൻ ലൈഫ് വാല്യൂ, ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച്. അപ്പോൾ ഒരു ഹ്യൂമൻ ലൈഫ് വാല്യൂ നമുക്ക് ഇപ്പോൾ എന്താ, വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ, നമ്മൾ വെഹിക്കിളൊക്കെ എടുക്കുമ്പോൾ, കാറായാലും എനിക്ക് അതിനൊരു വാല്യൂ നമ്മൾ നിശ്ചയിക്കാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമുക്കും ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല അല്ലെങ്കിൽ ബോധർ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ വണ്ടിക്കൊക്കെ ഇൻഷുറൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്ത് വെക്കും, നമുക്ക് നമ്മൾ ചെയ്യാറില്ല. പക്ഷെ അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് പിന്നീട് ഒരു അൺസർട്ടനിറ്റി ഒക്കെ വന്നു കഴിയുമ്പോൾ ആളുകൂടെ തകർന്ന് തരിപ്പണായി പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ ഹ്യൂമൻ വാല്യൂ അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുത്തിരിക്കണം. നമുക്ക് മതിയായ ഹെൽത്ത് കവറേജ് ഉണ്ടോ എന്നുള്ളതും നമ്മൾ അതിലൂടെ ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു ലൈഫ് ഇൻഷുറൻസ് ഒന്നും ഇല്ലാതെ ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ രണ്ട് പ്രൊട്ടക്ഷനും ഇല്ലാതെ ഒരു ആള് ഒരു അൺസർട്ടനിറ്റി വന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കുടുംബത്തിനെ അത് വല്ലാതെ ബാധിക്കുന്നതായിരിക്കും. അവരുടെ ജീവിതം കൂടെ തകർന്നു പോകുന്ന രീതിയിലേക്ക് മാറുന്നു. ഈ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഫിനാൻഷ്യൽ ജീവിതത്തിലേക്കുള്ള ഒരു സീറ്റ് ബെൽറ്റ് ആണ്. ഞാൻ അതും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ യാത്ര പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത് യാത്രയിൽ എന്തെങ്കിലും സംഭവിക്കണേന്ന് വിചാരിച്ചിട്ടല്ല, എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊന്നും ഒരു അപകടവും പറ്റാതിരിക്കുക, നമ്മൾ സുരക്ഷിതമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൽ നമ്മളൊരു പ്രൊട്ടക്ഷൻ എടുത്തു വയ്ക്കുന്നത് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയില്ല. എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി സംഭവിച്ചാൽ, എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നമ്മുടെ വാല്യൂ അനുസരിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ, അത് ലൈഫിലായാലും ഹെൽത്തിലായാലും നമ്മൾ എടുത്തു വെക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ മൈൽ സ്റ്റോണ് ഒരു ഇൻകം പ്ലാനിങ് ആണ്. നമുക്കൊരു ഇൻകം പ്ലാനിങ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടാകും, ബിസിനസ്സിന് പോകുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ആക്റ്റീവ് ഇൻകം ആണോ അവിടെ ഉള്ളത്, അത് മതിയായ ഒരു ആക്റ്റീവ് ഇൻകം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു ആക്റ്റീവ് ഇൻകം വളരെ നല്ലതാണ്. നമുക്ക് ഡെയിലി എക്സ്പെൻസ് നടന്നു പോകാനും എല്ലാം, നമ്മുടെ ജീവിതം കുറച്ച് മുന്നോട്ട് പോകാനൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു പാസീവ് ഇൻകം നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു പാസീവ് ഇൻകം ഉണ്ടെങ്കിലാണ് നമ്മളുടെ ട്രൂലി നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നിങ്ങൾക്കുള്ളത് ഒരു മതിയായ ഒരു ആക്റ്റീവ് ഇൻകം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം നിങ്ങൾ സൃഷ്ടിക്കാൻ ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. നമുക്ക് ഒരു ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുത്തിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കിട്ടുന്ന ഇൻകത്തിനാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്. എന്നാൽ പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യാത്തപ്പോഴും, അതായത് പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ, അതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഈ പാസീവ് ഇൻകം കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമ്മൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ സാധിക്കും എന്നർത്ഥം.
അടുത്തത് എക്സ്പെൻസ് കൺട്രോൾ ആണ്. എക്സ്പെൻസ് കൺട്രോൾ എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ മൈൽ സ്റ്റോണിലൂടെ നമ്മൾക്ക് അനാവശ്യമായ എക്സ്പെൻസിനെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചെയ്തു പോകുകയാണ്. അതായത് ഒരു ലീക്കേജ്, നമ്മുടെ മണിയുടെ ലീക്കേജ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് എക്സ്പെൻസ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ എക്സ്പെൻസിനെ കാറ്റഗറി ആയിട്ട് തിരിക്കുക. 3 കാറ്റഗറി ആയിട്ട് തിരിക്കുക. അതിൽ ആദ്യത്തത് ഏറ്റവും അത്യാവശ്യമുള്ള എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതും, രണ്ടാമത്തത് ഓപ്ഷൻ ആയിട്ടുള്ളതും, മൂന്നാമത്തത് വേസ്റ്റ് ആയിട്ടുള്ളതും ഏതാണെന്നുള്ളതും. അപ്പം നമുക്ക് ജീവിതത്തിൽ പല പല എക്സ്പെൻസുകൾ അല്ലെ. ഇപ്പൊ കുട്ടികളുടെ ഫീസ്, അല്ലെങ്കിൽ വീട്ടിലെ ദൈനംദിന ജീവിതത്തിന് അത്യാവശ്യമായ കാര്യങ്ങൾ, കറണ്ട് ബില്ല്, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതേസമയം നമുക്ക് അനാവശ്യമായിട്ടുള്ളത് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് കൊണ്ട് അത് വാങ്ങിച്ചു, അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിലും കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടക്കാറുണ്ട്. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ മണി ലീക്കായി പോകുന്നത് ആ വഴിയിലാണ്. ഇത് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് മനസ്സിലാക്കുക, നമ്മളുടെ മണി എവിടെയാണ് നമ്മൾ ലീക്കാക്കി കളയുന്നത് എന്നുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. മണി കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ എന്താണ് സേവ് ചെയ്യുന്നത്, അതിൽ നിന്നാണ് നമുക്ക് വെൽത്ത് ഉണ്ടാക്കാൻ സാധിക്കുക. അല്ലാതെ വെറുതെ ഇരുന്നുകൊണ്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല. നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു പണം അല്ലെങ്കിൽ ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വേണം നമ്മൾ സേവ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ലീക്കായിട്ടുള്ള ഒരു ബക്കറ്റിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും അതൊന്നും അറിയില്ല, കാരണം അത് ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ലീക്കായിട്ട്, നമ്മളുടെ മണി ലീക്കായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മണി കൺട്രോളും ഇല്ലാതെ ലീക്കായിട്ട് നമ്മൾ കിട്ടുന്ന പണം ലീക്ക് ചെയ്ത് പോയിക്കൊണ്ടിരുന്നാൽ അവിടെ എത്ര പണം കിട്ടിയാലും മതിയാവില്ല. ഇപ്പൊ ചിലയിടത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. എത്ര പണം കിട്ടിയാലും ചില ആളുകൾ പറയണേക്കാം ഒന്നിനും തികയുന്നില്ല, ഒന്നിനും തികയുന്നില്ല, എന്നിട്ടും കടമാണ്, ബുദ്ധിമുട്ടാണ് ഇത് പറയുന്നത്. ഞാൻ അത്ഭുതത്തോടെ ഞാൻ നോക്കാറുണ്ട് എത്ര പണം കിട്ടിയിട്ടെങ്കിലും. എന്നാൽ ചിലവരുടെ കയ്യിൽ അധികം പണം കിട്ടുന്നില്ലെങ്കിലും അവർ വളരെ ഹാപ്പി ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. കാരണം അവർക്ക് മണി കൺട്രോളിങ് അറിയാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഈ മൂന്നാമത്തെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് മണി കൺട്രോൾ. ഇനി ബാക്കി ഞാൻ 6 മൈൽ സ്റ്റോണിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. 3 മൈൽ സ്റ്റോൺ നമ്മളിപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു. നിങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് നടത്തുക. ഈ പറഞ്ഞ മൈൽ സ്റ്റോൺ എല്ലാവർക്കും നിങ്ങൾക്കും ഇത് ഉണ്ടോ, പ്രൊട്ടക്ഷൻ ഉണ്ടോ, അതുപോലെ നിങ്ങൾ ഒരു ഇൻകം പ്ലാനിങ് ചെയ്തിട്ടുണ്ടോ, പിന്നെ നിങ്ങളുടെ ലീക്കേജ്, മണി ലീക്കേജ് എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ടുണ്ടോ, അതായത് എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ടോ, അത് ട്രാക്ക് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ലിസ്റ്റ് ചെയ്യുക. അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ ബാക്കി 3 മൈൽ സ്റ്റോണിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.